വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസം കർത്താവ് നമുക്ക് ദാനമായി തന്നു. ആ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിലേക്ക് തിങ്കളാഴ്ച രാവിലെ വരാൻ സ്വർഗീയ പിതാവ് നമുക്ക് കൃപ തന്നു, ആയുസ് തന്നു, ആരോഗ്യം തന്നു. നമ്മുടെ സാധാരണ ദിവസങ്ങൾ പോലും അനേകരുടെ സ്വപ്നങ്ങളാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാനിടയായി. അതെ, നമ്മുടെ സാധാരണ ദിവസങ്ങൾ പോലും അനേകർക്ക് അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തോട് ഒരു ദിവസം ചേർക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ഒരു ദിവസത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർക്കാൻ കഴിയും. നമ്മുടെ ദിവസങ്ങൾ എന്ന് പറഞ്ഞൊരു ദിവസമില്ല, ദിവസങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു ദിവസത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, ആ ദിവസം മനോഹരമായിട്ട് ഉപയോഗിക്കുമ്പോൾ. അല്ലാതെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപയോഗിക്കാനൊന്നും കഴിയില്ല. ഈ സത്യങ്ങൾ ഒരു ദൈവ പൈതൽ അറിയണം. അതുകൊണ്ട് ദൈവം തരുന്ന ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം ആ ദിവസം മുതലാക്കിയെടുക്കുക. ആ ദിവസം പാഴാക്കാതെ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് കർത്താവിൽ ബലപ്പെട്ട് സമയം പ്രോഗ്രാം ചെയ്ത് ആ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം അതിനകത്തേക്ക് ചേർക്കുക. ദിവസം നമ്മെ കാത്തിരിക്കില്ല. നമുക്കൊരു ജീവിതമുണ്ട്, എന്നാൽ ദിവസങ്ങൾ നമ്മൾ ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കണമെന്നില്ല. ദിവസങ്ങൾ, മണിക്കൂറുകൾ, സമയങ്ങൾ കടന്നുപോകും. എന്നാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ കർത്താവ് നമുക്ക് ബലവും കൃപയും നൽകി തരട്ടെ. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 10 അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 1-2 കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, എങ്കിലും ഒന്നുകൂടി വായിക്കാം. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്തൊരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് അവനോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഒരു എൻകൗണ്ടർ കൊർന്നല്യോസ് എന്ന ഒരു മനുഷ്യൻ ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. എൻകൗണ്ടർ എന്ന വാക്ക് ഈ കാലങ്ങളിൽ ദൈവസഭകളിൽ കൂടുതൽ കേൾക്കുന്ന, എല്ലാ സഭകളിലും അല്ല, ചില പ്രത്യേക പ്രാർത്ഥിക്കുന്ന സഭകളിൽ വളരെ തീവ്രതയോടെ നിൽക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ മൂവിൽ നിൽക്കുന്ന സഭകളിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് എൻകൗണ്ടർ. ദൈവവുമായിട്ട് ഒരു കൂട്ടിമുട്ടൽ, ദൂതന്മാർ ഇറങ്ങി വരിക, കർത്താവ് മുറിയിലേക്ക് വരിക, ചില പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാകുക, ഒരു സ്വർഗീയമായ അനുഭവങ്ങൾ ഉണ്ടാകുക, ആത്മാവിൽ എടുക്കപ്പെടുക, ഇതെല്ലാം എൻകൗണ്ടറിൽ പെട്ടതാണ്. ഇങ്ങനെ ഒരു അനുഭവം സഭയിലെ യേശു കർത്താവ് വിളിച്ചു വേർതിരിച്ച എല്ലാവർക്കും ആവശ്യവുമാണ്. എന്നാൽ എങ്ങനെയുള്ള വ്യക്തികൾക്കാണ് എൻകൗണ്ടർ ഉണ്ടാകുന്നത്? എല്ലാവർക്കും എൻകൗണ്ടർ ഉണ്ടാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. ആ വ്യക്തികളിൽ അതുപോലെയുള്ള പ്രത്യേകതകൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മളവിടെ കണ്ടത്. കൊർന്നല്യോസിൻ്റെ ചരിത്രത്തിൽ ദൂതൻ അവിടെ ഇറങ്ങി വന്നു. കൊർന്നല്യോസ് എന്ന വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ 3 അർത്ഥങ്ങൾ തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് ശക്തി, അധികാരം, ബലം. 3 വാക്കാണ് കൊർന്നല്യോസ് എന്ന വാക്കിൻ്റെ. അത് ലാറ്റിൻ വേർഡാണ്. അദ്ദേഹം ഇത്താലിക എന്ന പട്ടാളം, ഇറ്റലിക്കാരനാണ് അദ്ദേഹം. അപ്പോൾ ഇറ്റലിക്കാർ സംസാരിക്കുന്ന ലാറ്റിൻ ഭാഷയാണ്. അപ്പം ലാറ്റിനിൽ കൊടുത്തിരിക്കുന്ന ഹോൺ, സൗണ്ട് ഹോണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഹോൺ എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത്, പവർ, അതോറിറ്റി. അതിൻ്റെ അർത്ഥം അവിടെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബലം, ശക്തി, അധികാരം. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ജീവിതത്തിൽ ബലമുള്ളവനാണ്.
കുടുംബജീവിതം നല്ലതാണ്, ബലമുള്ള കുടുംബജീവിതം. ജോലി നല്ലതാണ്, നല്ല നമ്മൾ പറയില്ല ഒരു നല്ല സൗണ്ടുള്ള ആൾക്കാരാണ്. സൗണ്ട് എന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കുന്നതല്ല, സാമ്പത്തികമായിട്ടൊക്കെ നല്ല സൗണ്ടാണെന്ന് പറയും. ഹോൺ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ നല്ല ബലമുള്ള ആൾക്കാരാണ്, സാമ്പത്തികമായിട്ട് കുഴപ്പമില്ല, കുടുംബജീവിതം നല്ലതാണ്, പിള്ളേരുടെ പഠിത്തം കുഴപ്പമൊന്നുമില്ല, കുറേ ജോലിക്കാർ തന്നോടുകൂടെയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. അപ്പോൾ കൊള്ളാം, ആള് കൊള്ളാം, നല്ല ബലമുള്ള ആളാണ്, ശക്തിയുള്ള ആളാണ്, മാത്രമല്ല അധികാരമുള്ള ആളാണ്. ഇതൊക്കെ ഉള്ള ഒരാൾ സമൂഹത്തിൽ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ളവർക്ക് എന്തിനാ ദൈവം? അവർ പറയും ദൈവം ഇല്ലെന്ന്. എന്നാൽ കൊർന്നല്യോസ് വ്യത്യസ്തനായിരുന്നു. തൻ്റെ ഈ പദവികളിലും തൻ്റെ ഈ മാന്യതകളിലും തനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കടക്കണിയില്ല, മാരക രോഗങ്ങളില്ല, പിള്ളേർ വഴിതെറ്റിയ കഥ പറയാനില്ല. ആ വാക്യങ്ങളിൽ തന്നെയുണ്ട് സകല കുടുംബത്തോടു കൂടി ദൈവത്തെ ഭയപ്പെടുന്നവരാണ്. അതുകൊണ്ട് തെറ്റിലേക്ക് പോകുന്ന പിള്ളേരോ വഴിപിഴച്ച കുടുംബജീവിതമോ സാമ്പത്തിക പരാധീനതകളോ മദ്യമോ മയക്കുമരുന്നോ ഇതൊന്നും ആ വീടിനോട് അടുക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾ എന്തിനാണ് കൂടുതൽ ഭക്തിയിൽ നിൽക്കുന്നത്? അതിന് മറുപടി പറയാനുള്ളത് ആ ഭക്തിയാണ് ആ കുടുംബത്തെ ഒരു കുടുംബമാക്കി നിർത്തിയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മകളുടെ സമയത്ത് കൂടുതൽ ദൈവത്തോട് അടുക്കും. കർത്താവിനോട് വളരെ എൻ്റെ കർത്താവേ എൻ്റെ കുടുംബത്തിൽ ഇത് ചെയ്തു തന്നാൽ ഞാൻ അത് അങ്ങോട്ട് ചെയ്യാം, പിന്നെ നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യാം, കർത്താവേ എനിക്ക് വേണ്ടി നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അത് അങ്ങനെ ചെയ്യാം. ചർച്ചിലുള്ളവർക്കെല്ലാം പപ്സ് വാങ്ങിക്കൊടുക്കും, നീ എനിക്ക് ഇന്നത് ചെയ്താൽ ചർച്ചിലുള്ളവർക്ക് ഞാൻ ലഡു വാങ്ങിക്കൊടുക്കും. അപ്പോൾ കൊളസ്ട്രോളും ഷുഗറും പിടിപ്പിക്കാനുള്ള പരിപാടിയാണോ ചർച്ചിലുള്ളവർക്ക്? ഇതുള്ളോ? വേറെ ഒന്നും കർത്താവിന് വേണ്ടി ചെയ്യാനില്ലേ? അപ്പോൾ ചിലർ ചില നേർച്ച പോലെ ചില കാര്യങ്ങൾ ചെയ്താ അപ്പം ലഡു കൊടുത്ത് അങ്ങോട്ട് ഒതുക്കും. അതിലല്ല, ജീവിതം കൊടുത്ത് ആ വിഷയത്തിൽ ദൈവവുമായിട്ട് നിൽക്കണം. പണം കൊണ്ട് കർത്താവിനെ വരച്ച വരിയിൽ നിർത്താമെന്നൊന്നും വിചാരിക്കണ്ട. സകല സമ്പത്തും ഉണ്ടാക്കിയവനോട് നമ്മുടെ ഒരു കളിയും പരിപാടിയും നടക്കില്ല. അവൻ ശക്തനാണ്, ബലവാനാണ്, വളരെ അധികാരം ഉള്ളവനാണ്. വീട്ടിലും അവൻ്റെ ജോലിയിലും അവൻ്റെ ആരോഗ്യത്തിലും എല്ലാം അവൻ മികച്ചവനാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വിഷയമൊന്നുമില്ല, എന്നിട്ടും അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. അതാണ് കൊർന്നല്യോസ്. ആള് സൗണ്ടാണ്, ഹോൺ. ആള് നല്ല സൗണ്ടാണ്, എല്ലാ മേഖലയിലും ആള് കൊള്ളാം. എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു. അതാണ് ഒരു വ്യക്തിയുടെ മേലുള്ള ദൈവ വിളിയുടെ പ്രത്യേകത. അവനൊരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനല്ല, ഒരു കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിനെ കളിപ്പിക്കുന്ന പരിപാടിയല്ല, ഒരു പ്രശ്നം വരുമ്പോൾ ഉപവാസ പ്രാർത്ഥനയൊക്കെ വന്നിരിക്കുന്നവനല്ല, ആ സീസണിൽ മീറ്റിംഗ് മുടങ്ങാതെ വന്നിരുന്ന് കർത്താവിൻ്റെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയുള്ളവനല്ല. അവൻ്റെ ജീവിത ശൈലിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഭക്തനാണ്, ദൈവഭയമുള്ളവനാണ്, ചാരിറ്റി ചെയ്യുന്നവനാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്. അതായത് ദൈവത്തിന് വേണ്ടി തിരക്കുള്ളവനാണ്, ഭക്തനാണ് ആള്. ഭക്തനെ കണ്ടാൽ അറിയാം. ഒരു സഭയിൽ ഭക്തിയുള്ളവരും ഭക്തിയില്ലാത്തവരും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഭക്തിയുള്ളവരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ഇടത്തും വലത്തൊന്നും നോക്കി അവർ വൈകി വന്ന് നേരത്തെ പോയി, അല്ലെങ്കിൽ അശ്രദ്ധയോടെ മൊബൈലും നോക്കി അശ്രദ്ധമായി നിൽക്കുന്ന ഒരു ആരാധനയിൽ അശ്രദ്ധയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. സഭയിൽ ആര് എന്ത് കാണിച്ചാലും അവർക്ക് ഒരു ഭക്തി ജന്മം മുതലേ ഉണ്ട്. എനിക്ക് തോന്നുന്നു കൊർന്നല്യോസിൻ്റെ അപ്പനും വല്യപ്പനും ഒക്കെ ഇങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ. ഭക്തിയുള്ള ഒരു വീട്, എത്ര അനുഗ്രഹിക്കപ്പെട്ട വീടാണ്. ഒരു ദൈവഭക്തിയുള്ള വീട്. പിള്ളേരെ ദൈവഭക്തിയിൽ വളർത്തി എടുത്താൽ നാളെ നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾ ഒരു മുതൽക്കൂട്ടായിട്ട് മാറും.
ഭക്തി. അടുത്തത് ദൈവഭയം. അതങ്ങനെ സകല കുടുംബത്തോടുകൂടി ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. സകല കുടുംബത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, അദ്ദേഹത്തിൻ്റെ അമ്മ, അപ്പൻ, ബന്ധുക്കൾ, സകല കുടുംബവും, ഭാര്യയുടെ വീട്ടുകാർ, എല്ലായിടത്തും ഇദ്ദേഹമാണ് ആ കുടുംബത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള ആൾ. അദ്ദേഹത്തിന് ഉയർന്ന ജോലിയാണ്, ജീവിക്കാനുള്ള ചുറ്റുപാടുകളുണ്ട്. യോബിനെ പോലെ ആയിരിക്കും അദ്ദേഹം ഭക്തനാണ്. യോബും ഭക്തനായിരുന്നു. എൻ്റെ ദാസനെ പോലെ ഭക്തൻ ആരുള്ളൂ എന്ന് ചോദിച്ചു. ദാവീദിൻ്റെയും പ്രാർത്ഥന, ദൈവമേ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു. 2 തിമോത്തി 6 പറയുന്നു, ഭക്തിയുടെ വേഷമുള്ള കുറെ പേരുണ്ട്, എന്നിട്ട് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നു. ഭക്തിക്കകത്ത് എന്തുണ്ട്? ശക്തി. കൊർന്നല്യോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആമേൻ, ബലം, ശക്തി, അധികാരമുള്ളവൻ. ഭക്തിയിൽ ഒരു ശക്തിയുണ്ട്. ആരെന്ത് കാണുന്നു എന്നുള്ളത് അവർക്കൊരു വിഷയമല്ല. അവർ സേവിക്കുന്ന ആ ദൈവത്തെ സേവിക്കുന്ന രീതിയിൽ മറ്റെല്ലാവരേക്കാൾ ഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുന്നവർ. അപ്പൊ ദൈവ ഭയം അവർക്കുണ്ടായിരുന്നു. കൊർന്നല്യോസിന്റെ വീട്ടിൽ എല്ലാവർക്കും ഒരു ദൈവ ഭയമുണ്ടായി. അവർ രസമതല്ല, ഇവർക്ക് ദൈവത്തെ അറിഞ്ഞൂടാ. ഏതാണ് ദൈവം എന്നറിയില്ല, എന്നാൽ ഒരു ദൈവമുണ്ടെന്നറിയാം. ഒരുപക്ഷെ അവർ പല ദൈവങ്ങളെയും കുമ്പിടുന്നവരായിരിക്കും. ഒരു ദൈവമുണ്ടെന്ന് അറിയാം, എന്നാൽ ഏത് ദൈവമാണെന്ന് അറിയാത്തത് കൊണ്ട് അവർ കാണുന്നതിന് എല്ലാം കുമ്പിടുന്നവരായിരിക്കും. കൊർന്നല്യോസ് അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാണുന്നതിന് എല്ലാവർക്കും, ആര് വന്നാലും വെറുതെ വിടില്ല, ഏത് മതക്കാര് വന്നാലും. കൊർന്നല്യോസിന്റെ ജീവിതത്തിൽ വിജയത്തിനുള്ള ചില കാര്യങ്ങൾ നമുക്കവിടെ കാണാം. അവൻ ദൈവഭയമുള്ളവനാണ്. പാവങ്ങളെ സഹായിക്കും, ദാനധർമ്മങ്ങൾ ചെയ്യും. കിട്ടുന്നത് മുഴുവനും വെട്ടി വിഴുങ്ങി ഐസ്ക്രീം കഴിച്ച് സ്വന്തം ഉടുപ്പും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി സ്വന്തം തന്നോട് തന്നെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ് കളപ്പുര പൊളിച്ച് പണിയുന്നവനല്ലെന്ന് അവൻ ഒരു ഭാഗം സാധുക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അവന് വേദപുസ്തകം അറിയില്ല, എങ്കിലും അവൻ അതൊക്കെ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ ചെയ്യുകയാണ്. അനാഥർക്കും വിധവമാർക്കും ഒക്കെ ഒരു പിതാവായിട്ട് അവൻ നിൽക്കുകയാണ്. അപ്പോൾ ബൈബിളിലുള്ളത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നവർ, അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാണ്. അവർക്ക് ബൈബിൾ അറിയില്ല, എന്നാൽ അവർ സ്വയമായിട്ട് അങ്ങോട്ട് മനസാക്ഷിന്ന് ചെയ്യുകയാണ്. ന്യായപ്രമാണം ഇല്ല അവർക്ക് ബൈബിൾ അറിയില്ല, എന്നാൽ ചെയ്യുന്നതെല്ലാം ദൈവഹിത പ്രകാരമുള്ള അവരുടെ മനസാക്ഷിക്കകത്ത് അറിയാം ഇതൊക്കെ ചെയ്യണമെന്ന്. നമുക്ക് ബൈബിൾ ഇല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയിൽ അറിയാം ചെയ്യുന്നത് തെറ്റാണെന്നും ഇന്നിന്ന കാര്യങ്ങൾ ശരിയാണെന്നും ഒക്കെ നമുക്കറിയാം. ഭാര്യയെ തല്ലരുതെന്നും ഭർത്താവിനെ ചീത്ത വിളിക്കരുതെന്നും പിള്ളേരോട് മോശമായി പെരുമാറരുതെന്നും ഒരു ബൈബിളും വായിക്കേണ്ട, ഒരു മതഗ്രന്ഥവും വായിക്കേണ്ട, എല്ലാവർക്കും അവരവരുടെ മനസാക്ഷിയിൽ അറിയാം. നമ്മൾ വളർന്ന് എത്രയോ വർഷം ജീവിച്ച ശേഷമാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ നമുക്ക് നന്മ തിന്മകളെയൊക്കെ അറിയാമെന്നേ. വേണമെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാം, എന്നാൽ നന്നായിട്ട് ജീവിക്കാൻ കഴിയാതെ നമ്മൾ എന്തിലൊക്കെ അടിമപ്പെട്ടു പോയി. കൊർന്നല്യോസ് ആ അടിമ നുഖങ്ങളെ അംഗീകരിച്ചില്ല. കൊർന്നല്യോസ് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. കൊർന്നല്യോസ് അതിനെ അംഗീകരിക്കുന്നില്ല. ഇല്ല, നന്നായിട്ട് ജീവിക്കണമെന്ന് അദ്ദേഹം എടുത്ത ഒരു തീരുമാനം. ഡിസിപ്ലിൻ ഉള്ളവർ 80% വരെയും വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിസിപ്ലിൻ ഉള്ളവർ. കൊർന്നല്യോസ് ഭയങ്കര ചിട്ടയുള്ള ജീവിതമുള്ളവനാണ്. അപ്പോൾ ഡിസിപ്ലിൻ ഒരാളുടെ ജീവിതത്തെ 80% ജീവിത വിജയത്തിലെത്തിക്കുന്നു. ചിട്ടയുള്ള ജീവിതം. അദ്ദേഹത്തിൻ്റെ അടുക്കലാണ് ദൈവദൂതൻ ഇറങ്ങി വന്നത്. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വരും. സദാസമയവും അദ്ദേഹം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതാണ് ഏറ്റവും വലിയ രസം. അവിടെ വായിക്കുന്നു, വളരെ ധർമ്മം കൊടുത്ത് എപ്പോഴും ദൈവത്തോടും പ്രാർത്ഥിച്ചു പോകും. അവൻ്റെ ചെറുതും വലുതുമായ കാര്യത്തിൽ അറിയപ്പെടാത്തൊരു ദൈവത്തെ അവൻ ഉൾപ്പെടുത്തുകയാണ്. ദൈവത്തിന് മനസ്സിലായി ഇവൻ ഒരു ഓപ്പൺ ഡോറാണ്. അതുകൊണ്ട് അവന് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കുകയാണ്. നാം
നല്ല മനസാക്ഷിയോടെ, ബൈബിളിൽ നിന്നൊന്നും മനസ്സിലായിട്ടല്ല, നല്ല മനസാക്ഷിയോടെ ഓരോ കാര്യം ചെയ്യുമ്പോൾ ദൈവം ആ വീടിന് വേണ്ടി ചില സന്ദേശങ്ങളെ, ദൈവദാസന്മാരെ, ദൈവദൂതന്മാരെ അയക്കും. അല്ലെങ്കിൽ കർത്താവ് നേരിട്ട് അബ്രഹാമിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വരും. എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. കൊർന്നല്യോസിന്റെ വീട്ടിൽ സംഭവിച്ചതുപോലെ ഒരു അസാധാരണമായ എൻകൗണ്ടർ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നടന്നേ മതിയാവും. നമ്മുടെ വീട്ടിലേക്ക് ദൈവത്തിൻ്റെ സന്ദർശനമുണ്ടാകണം. മമ്രയുടെ തോപ്പിൽ പാർക്കുന്ന അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് 3 മനുഷ്യർ, ദൈവമനുഷ്യർ അല്ലെങ്കിൽ ദൈവദൂതന്മാർ വേഷം മാറി കയറി വന്നതുപോലെ എന്തെങ്കിലും ഒരു അസാധാരണ സംഭവം നമ്മുടെ വീട്ടിൽ നടന്നേ മതിയാകും. അതിനുള്ള തെരഞ്ഞെടുപ്പ് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കുമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തോ വലിയ എൻകൗണ്ടർ ഈ ദിവസങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇന്നു മുതൽ അത് വിശ്വസിക്കുക. കർത്താവ് അത് ചെയ്തിരിക്കും. അത് നമ്മെക്കുറിച്ച് കർത്താവിൻ്റെ ഇഷ്ടമാണ്. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ കേട്ടതുപോലെ കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് ഭക്തിയുള്ള, ദൈവഭയമുള്ള, സകല കുടുംബത്തോടുകൂടി ദൈവത്തെ ഭയപ്പെടുന്ന, എല്ലാവർക്കും ദാനധർമ്മം ചെയ്യുന്ന, ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന, അറിയാവുന്ന കാര്യം ഏറ്റവും ബെസ്റ്റായി ചെയ്യുന്ന കൊർന്നല്യോസുമാരുടെ വീടുകളിൽ അത്ഭുതത്തിൻ്റെ വഴികൾ തുറക്കട്ടെ. ചില എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. അടുത്ത വഴി എന്താണ്, എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം എന്നുള്ള അടുത്ത ലെവൽ ഓരോ വ്യക്തികളും കാണട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവരെ നടത്തണം. ഈ പ്രാർത്ഥനയിലൂടെ വലിയ ദൈവകൃപ ഒഴുകട്ടെ, സൗഖ്യങ്ങൾ ഒഴുകട്ടെ, ജനങ്ങളുടെ മേൽ വിടുതലുകൾ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ കരം നമ്മോട് കൂടി ഇരിക്കും. വലിയ ദൈവപ്രവൃത്തി കാണാൻ കർത്താവ് സഹായിക്കും. ഗോഡ് ബ്ലസ് യു. നാളെ ഇതേ സമയത്ത് കാണാം. ആമേൻ.